വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് കമ്മിങ് സൂൺ പ്രൊമോയിലാണെങ്കിൽ ശാലിനിയാണെങ്കിൽ ആ വക്കീൽ കൊടുക്കുന്ന വിവാഹമോചന പെറ്റീഷനാണെങ്കിൽ അങ്ങോട്ട് വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനി ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം സത്യഭാമ ശാലിനി ഒപ്പിടുമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ നിൽക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ ശാലിനിയെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. തുടർന്നാണെങ്കിൽ ശാലിനി അതിങ്ങനെ നേരെ നിവർത്തിയ ശേഷം അത് രണ്ടായിട്ട് കീറി അങ്ങോട്ട് കളയുകയാണ്. അന്നേരം സത്യഭാമയ്ക്ക് ആകെ അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. ഭാമ ശാലിനി അങ്ങോട്ട് ചോദ്യം ചെയ്യുകയാണ്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, സത്യയുടെ സ്കൂളിൽ അച്ഛനായിട്ട് വന്ന ആളിനെ കണ്ടിട്ടാണ് ഈ നാടകം എന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഭാമയ്ക്ക് വിശ്വാസമാവുന്നില്ല. വിഷ്ണുവും ഒക്കെ ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അന്നേരം ആൺവേഷം കെട്ടി ആ കുട്ടിയുടെ അവസ്ഥയിൽ അച്ഛനെ കാണണം എന്നുള്ളൊരു മോഹമുള്ളത് കൊണ്ട് അവൾക്ക് വേണ്ടി ആൺവേഷം കെട്ടി വന്നത് ഞാനാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഈ സത്യഭാമയും അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. ശാലിനി എത്ര പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ശാലിനിയോട് പറയുകയാണ്, സത്യയുടെ അച്ഛനായിട്ട് സ്കൂളിൽ ആൺവേഷം കെട്ടി വന്നത് നീയാണ് എന്നുണ്ടെങ്കിൽ അത് തെളിയിക്ക് എന്നിങ്ങനെ പറയുകയാണ്. അതിനു മുന്നേ ശാലിനി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. തെളിവ് എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറയുകയാണ്, ഞാൻ എടുത്തുകൊണ്ട് വരാം എന്നൊക്കെ പറയുമ്പോൾ സുസ്മിത ഈ സംഭാഷണങ്ങളൊക്കെ ഇങ്ങനെ ആ മരത്തിൻ്റെ പുറകിൽ നിന്ന് ഇതെല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരം ശാലിനിയുടെ കയ്യിൽ തെളിവുണ്ട് എന്നുള്ളത് അവിടെ സുസ്മിതയ്ക്ക് മനസ്സിലാവുകയാണ്. ശാലിനി ഇവിടെ തെളിയിക്കും എന്നുള്ളതും സുസ്മിതയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. തുടർന്നാണെങ്കിൽ ഈ സുസ്മിത ഇവർ ഈ സംസാരിക്കുന്ന സമയം നോക്കി കാറിനടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് രാമേട്ടൻ കാണാതെ കാറിൽ നിന്നും എന്താണ് ഇവൾ തെളിവായിട്ട് കൊണ്ടുവന്നതെന്ന് നോക്കുമ്പോൾ കാറിൻ്റെ സീറ്റിൽ ഒരു ബാഗ് ഇരിക്കുന്ന കാണുന്നുണ്ട്. തുടർന്ന് സുസ്മിത അതെടുത്ത് അങ്ങോട്ട് മാറ്റുകയാണ്. അതിനുശേഷം സുസ്മിത അത് തുറന്ന് നോക്കുന്നുണ്ട്. അന്നേരം ഈ തലയിലെ വിഗും പിന്നെ ഈ മീശയും കണ്ണാടിയും കണ്ണിൽ വയ്ക്കുന്ന ലെൻസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. അന്നേരം സുസ്മിതയ്ക്ക് അത് മനസ്സിലാവുന്നുണ്ട്, ശാലിനി തന്നെയാണ് വേഷം കെട്ടി വന്നത് എന്നുള്ളത്. നമ്മൾ ആൾ കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സുസ്മിതയാണെങ്കിൽ ആ ബാഗ് അങ്ങ് മാറ്റുന്നുണ്ട്. തുടർന്നാണ് വിഷ്ണു ഇങ്ങനെ പറയുന്നത്, അച്ഛനായിട്ട് വന്ന നീ ആണെങ്കിൽ, ആൺവേഷം കെട്ടി വന്നത് നീ ആണെങ്കിൽ അതങ്ങോട്ട് തെളിയിക്ക് എന്ന് പറയുമ്പോൾ, തെളിവ് കൊണ്ടുവാ എന്ന് പറയുമ്പോൾ ആ ഒരു ദേഷ്യത്തോടു കൂടി ശാലിനിയാണെങ്കിൽ കാറിനടുത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം സത്യഭാമയും വിഷ്ണു ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷേ ഇതേ സമയം ശാലിനി വന്നിട്ട് ഡോറ് തുറന്ന് ഇങ്ങനെ അത് ബാഗ് നോക്കുമ്പോൾ അത് കാണുന്നില്ല. അന്നേരം ഡ്രൈവർ രാമേട്ടനോട് ചോദിക്കുന്നുണ്ട്. അന്നേരം അത് കണ്ടില്ല, ആരും കൊണ്ടുപോകുന്നത് രാമേട്ടൻ കണ്ടിട്ടുമില്ലല്ലോ. അന്നേരം ഞാനിനി അവരോട് എന്തു പറയുമെന്നും പറഞ്ഞ് ആകെ വെച്ചിങ്ങനെ ശാലിനി നിൽക്കുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് വിഷ്ണു ആണെങ്കിൽ പിന്നെ വൈകുന്നേരം ആണെങ്കിൽ മദ്യപിച്ച് ആകെ ലക്ക് കേട്ട് വീട്ടിലേക്ക് വന്ന് കയറുകയാണ്. അന്നേരം ശ്യാമയോടാണ് വിഷ്ണു അങ്ങോട്ട് ചൂടാവുന്നത്. വിഷ്ണു ഏട്ടാ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ, നീയൊക്കെ എന്ന് എൻ്റെ കുടുംബത്ത് വന്ന് കയറിയോ അന്ന് മുതൽ എൻ്റെ കഷ്ടകാലം തുടങ്ങി എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആകെ ഒരു മദ്യപാനിയുടെ അതേ ഒരു ലുക്കിൽ മുഖമൊക്കെ അങ്ങോട്ട് വിയർത്തൊലിച്ച് മുടിയൊക്കെ അങ്ങോട്ട് പാറി പറന്ന് അങ്ങനെ കാലൊന്നും അങ്ങോട്ട് നിലത്തുറയ്ക്കുന്നില്ല. അങ്ങനെ ഒരു സീനിൽ വിഷ്ണു ശ്യാമയോട് സംസാരിക്കുമ്പോൾ ശ്യാമ വിഷ്ണുവിൻ്റെ ആ പെരുമാറ്റത്തിൽ ആകെ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതേസമയം അവിടെ സത്യയാണെങ്കിൽ ശാരദാമ്മയുടെ വീട്ടിൽ അച്ഛൻ വന്നില്ല, അച്ഛനെ കാണാനില്ല എന്നുള്ളത് കൊണ്ട് ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ട് വലിച്ചു വാരി എറിയുകയാണ്. അന്നേരം മേശപ്പുറത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ വലിച്ചെറിയുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ഇങ്ങനെ ചെവി പൊത്തുകയാണ്, ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടി ഓരോന്ന് വീണുടയുന്ന ശബ്ദം. തുടർന്ന് ശാലിനിയുടെ മുന്നിലേക്കും എടുത്തെറിയുന്നുണ്ട്. ശാലിനി ഇങ്ങനെ അകത്തുനിന്ന് വരുമ്പോൾ ഇങ്ങനെ നോക്കുകയാണ് എന്താണ് സംഭവം എന്നുള്ള ആ ഒരു രീതിക്ക് നിൽക്കുന്നു. ഇത്രയും സീനുകളാണ് കമ്മിങ് സൂൺ പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ അവിടെയാണെങ്കിൽ ശാലിനിയെ തിരികെ വന്നിട്ട് ആ ബാഗ് കാറിൽ നിന്നും കിട്ടാത്തത് കൊണ്ട് ശാലിനിയെ തിരികെ വന്നിട്ട് പറയും തെളിവില്ല, അങ്ങനെ തെളിയിക്കാൻ പറ്റില്ലല്ലോ. അന്നേരം സത്യഭാമ കളിയാക്കിയാണ്, വീണ്ടും ഒരു പുതിയ നാടകം കൂടി നീ ഇവിടെ അരങ്ങേറുകയാണ് എന്ന് പറഞ്ഞിട്ട് ശാലിനി ഒരുപാട് വഴക്ക് പറയും. പക്ഷേ അന്നേരമാണ് ശാലിനി ഈ കയ്യിൽ കർപ്പൂരം കത്തിച്ച് വെച്ച് ഇങ്ങനെ ആ ദേവിയുടെ മുന്നിൽ നിന്ന് സത്യം ചെയ്യുന്നത്, ഞാൻ വിഷ്ണുവേട്ടനെ അല്ലാതെ വേറെ ആരെയും സ്നേഹിച്ചിട്ടില്ല എന്നുള്ളതും വിഷ്ണുവിനെ ചതിച്ചിട്ടില്ല എന്നുള്ളതും അങ്ങനെ ഒരാളില്ല എന്നുള്ളതുമൊക്കെ ശാലിനി അവിടെ നിന്ന് സത്യം ചെയ്യും. പക്ഷേ അത് അവരാരും അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് തയ്യാറാകില്ല. പക്ഷേ ഡിവോഴ്സ് പെറ്റീഷൻ്റെ ആ ഒരു നീക്കുപോക്ക് നടക്കില്ല. ശാലിനി അത് കീറിക്കളഞ്ഞു, ശാലിനി ഒപ്പിട്ടുമില്ല. അതിനുശേഷമൊക്കെയാണ് വിഷ്ണുവിന് ആകപ്പാട് ദേഷ്യം വരുന്നത്. ഈ ശാലിനി ഇവിടെ തെളിയിച്ചിരുന്നെങ്കിൽ പക്ഷേ വിഷ്ണുവിന് വിശ്വാസമാകുമായിരുന്നു. അന്നേരവും ശാലിനി അവിശ്വസിക്കുകയാണ് വിഷ്ണു ചെയ്യുന്നതും. അതിനുശേഷമാണ് ഇങ്ങനെ അവിടെ വീട്ടിലേക്ക് മദ്യപിച്ച് വരുന്ന ആ ഒരു സീനുമൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇനി ആയിരിക്കാം ശ്യാമ പോയി ആത്മഹത്യ ചെയ്യാനൊക്കെ നോക്കുന്നതും ഈ സ്വത്തുക്കളൊക്കെ ഇവിടെ കൈവിട്ടു പോവുകയും ചെയ്യും. ശ്യാമ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ഒരു സീനുണ്ട്. ആത്മഹത്യ ചെയ്യാനായിട്ട് പോകുമ്പോൾ ശ്യാമയാണെങ്കിൽ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ ഈ കുട്ടികളുടെ കാര്യം സത്യമായിട്ട് പിന്നെ ശ്യാമ അതിൽ വ്യക്തമാക്കില്ല. ശ്യാമ പറയുന്നത് എൻ്റെ ജീവിതത്തിന് വേണ്ടിയും സത്യാമ്മയുടെ ജീവന് വേണ്ടിയുമാണ് കുഞ്ഞേച്ചി ഇങ്ങനെ ഒരു ത്യാഗം ചെയ്തത് എന്നുള്ളതാണ് ചെയ്യുന്നത്.
എന്നാണ് എഴുതി വെക്കുന്നത്. കുട്ടികളുടെ കാര്യം എഴുതില്ല, വിഷ്ണുവിൻ്റെ കുട്ടികളാണ് എന്നുള്ളതും എഴുതില്ല. അതിനുശേഷം ശ്യാമ വീട് വിട്ട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ പോകുന്നതിന് മുമ്പേ ശാലിനിയെ ഫോൺ ചെയ്ത് അറിയിക്കും, ഞാനിങ്ങനെ പോവുകയാണ്, എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്നുള്ളത്. തുടർന്ന് ശാലിനി അന്വേഷിച്ചിറങ്ങുന്നുണ്ട്, പിന്നാലെ രോഹിത്തും വിഷ്ണുവും ഒക്കെ അന്വേഷിച്ചിറങ്ങുന്നുണ്ട്. തുടർന്നൊരു വാട്ടർ ടാങ്കിൻ്റെ ആ ഒരു മുകളിൽ നിന്നും ശ്യാമ ഇങ്ങനെ താഴേക്ക് ചാടുകയാണ് ചെയ്യുന്നത്. അന്നേരം അവിടേക്ക് ശാലിനി എത്തുകയും ചെയ്യും. പക്ഷേ പിന്നെ ശ്യാമ വീട്ടിലില്ല എന്നറിയുമ്പോൾ സത്യഭാമയാണെങ്കിൽ ശ്യാമയുടെ റൂമിൽ പോയി നോക്കും. അന്നേരം ഈ ലെറ്റർ അവിടെ നിന്നും സത്യഭാമയ്ക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് വായിക്കുമ്പോൾ ഭാമയ്ക്ക് എന്തൊക്കെയോ സംഭവങ്ങൾ സത്യമുണ്ട് എന്നുള്ളൊരു രീതി അവിടെ സത്യഭാമയ്ക്ക് ബോധ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ശാലിനിയുടെ ഭാഗത്ത് എന്തോ തെറ്റുണ്ട്, എന്തോ സത്യം മറയ്ക്കുന്നു എന്നുള്ളത് അവിടെ മനസ്സിലാകും. പിന്നീട് ശാലിനിയാണ് ശ്യാമയെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. അവിടെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജൊക്കെ കഴിഞ്ഞ് കുറേ തരണം ചെയ്തതിന് ശേഷം ശ്യാമ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അന്നേരം ശ്യാമ പറയും, ശാലിനിയോട് പറയും, ഞാനിങ്ങനെ ഒരു ലെറ്റർ എഴുതി വച്ചിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ അത് ശാലിനി തിരികെ വന്ന് ഇവിടെ വന്ന് നോക്കുമ്പോൾ അത് കിട്ടില്ല. പക്ഷേ സത്യഭാമ വായിച്ച് കാണില്ല എന്ന് തന്നെയാണ് അവിടെ ശാലിനിയും ശ്യാമയും ഒക്കെ വിചാരിക്കുന്നത്. പക്ഷേ ഭാമ അത് വായിച്ചതിന് ശേഷമാണ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്. ഹോസ്പിറ്റലിൽ ഈ ഡോക്ടർ അന്നേരം ശാലിനിയോട് സംസാരിക്കുന്നത് ഈ സത്യഭാമ കേൾക്കും. ഇനിയെങ്കിലും സത്യങ്ങൾ സത്യാമ്മയോട് തുറന്ന് പറഞ്ഞുകൂടെ എന്നൊരു രീതിയാണ് ചോദിക്കുന്നത്. പക്ഷെ അന്നേരം സത്യഭാമയ്ക്ക് കാര്യം വ്യക്തമാകില്ല. പക്ഷേ ഭാമ പിന്നീട് ഡോക്ടറോട് പോയി ചോദിക്കും. അതിനിടയിലും കുറേ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഡോക്ടറെ കൊല്ലാനൊക്കെ നോക്കും. പക്ഷേ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് ഈ ഡോക്ടർ തന്നെയാണ് സത്യഭാമയോട് കാര്യങ്ങൾ, ഈ ശാലിനിയുടെയും വിഷ്ണുവിൻ്റെയും മക്കളാണ് സത്യയും പപ്പിയും എന്നുള്ളതും ആ ഉണ്ടായ സംഭവങ്ങളും എല്ലാം അവിടെ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെയാണ് അടുത്ത എപ്പിസോഡ്. എന്തായാലും കുറച്ച് എപ്പിസോഡുകൾക്കകം തന്നെ സത്യഭാമ സത്യങ്ങൾ അറിയുന്ന ആ ഒരു എപ്പിസോഡ് തന്നെയാണ്. ഈ ഉപേന്ദ്രൻ്റേതും കല്യാണക്കാര്യവും എല്ലാം കൂടിയാണ് ഇവിടെ മിക്സായിട്ട് വന്നിരിക്കുന്നത്. വീടും പുരയിടും ഒക്കെ സത്യഭാമയ്ക്ക് എല്ലാം നഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. അങ്ങനെയുള്ള സീനുകളൊക്കെ ഉണ്ട്. അത് പിന്നീട് സത്യഭാമ ജയിലിൽ പോകേണ്ട ഒരു സീനൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.